എല്ലാവർക്കും എ ബി കെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എ ബി കെ ചാനലിൽ പുതിയ വീഡിയോ ആയിട്ട് വരികയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഗണപതിയുടെ മുഖം ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾ ശ്രീകൃഷ്ണജയന്തിയോടനുബന്ധിച്ച് മഹാശോഭയാത്ര ബാലഗോകുലം വഴിത്തല അമ്പാടി ബാലഗോകുലം നടത്തിയ മഹാശോഭയാത്രയിലേക്ക് ഒരു ഗണപതിയുടെ വേഷം ടാബ്ലോ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായിരുന്നു. അപ്പം അതൊരു പയ്യനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്, ഗണപതിയുടെ വേഷം കെട്ടാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ മുഖപ്പ് വാടകയ്ക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ലൊരു വൃത്തിയും വെടുപ്പുള്ളതും അല്ലെങ്കിൽ അതിന് പറ്റിയ ഞങ്ങൾ ഉദ്ദേശിച്ച മാതിരി ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടിയില്ല. സാധനങ്ങൾ വാടകയ്ക്ക് ഒത്തിരി കിട്ടും, പക്ഷെ ഞങ്ങൾ മനസ്സിൽ കണ്ട ആ രൂപം ഞങ്ങൾക്ക് അത്രയും ക്ലിയറായിട്ട് കിട്ടില്ല. അത് കാരണം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് വഴിത്തലയുള്ള ഒരു കലാകാരൻ, ഒരു ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാം, നമ്മൾ മെയിനായിട്ട് ആൾ തടിപ്പടിയും കാര്യങ്ങളൊക്കെ നടക്കും, എന്നാലും നല്ലൊരു കലാകാരനാണ്. അപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തോട് ഇങ്ങനൊരു കാര്യം സംസാരിച്ചു. എനിക്ക് ശ്രീകൃഷ്ണജയന്തിയോടനുബന്ധിച്ച് വേഷം കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗണപതിയുടെ ഒരു മുഖം ഉണ്ടാക്കണം, അതിന് നമുക്ക് എന്നാ ചിലവ് വരും, അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കുണ്ടാക്കാമല്ലോ, അതിനെന്നാ കുഴപ്പം, നല്ല കൂളായിട്ട് എന്നോട് സംസാരിച്ചു. നമുക്കുണ്ടാക്കാം, അതിനൊരു വലിയ വിഷയമില്ല, നമുക്കൊരു ഗണപതിയുടെ മുഖം കിട്ടിയാൽ പോരെ എന്നുണ്ടാക്കും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഉണ്ടാക്കുന്ന സാധനം സേഫ് ആകണം, ചുരുങ്ങിയതൊരു 3 വർഷമെങ്കിലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണം, കാരണം ഇതിന് നമുക്കൊരു പൈസ മുടക്കുള്ളതാണ്. അപ്പം ഇത് വെറുതെ എന്തെങ്കിലും കാണിച്ച് ഉണ്ടാക്കി തന്നിട്ട് കാര്യമില്ല. അപ്പം അത് നല്ല ക്ലിയർ വേണം, അത് കംപ്ലൈൻ്റ് ആകരുത്, ഒരു 3 വർഷത്തേക്ക് കംപ്ലൈൻ്റ് ആകരുത്, ഒഴിഞ്ഞു പോകരുത് എന്നൊക്കെ രീതിയിലൊക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നല്ല അടിപൊളി സാധനം ഉണ്ടാക്കി തരാം, അത് ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതൊരു ശ്രീകൃഷ്ണജയന്തി 1.5 മാസം മുമ്പാണ് അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കും, ചേട്ടാ എന്തായി ഉണ്ടാക്കുന്നൊരിതിൽ, അപ്പോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളൊരു ശ്രീകൃഷ്ണജയന്തി ഒരു 10 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് നാളെ ഈ സാധനം ഉണ്ടാക്കുവാണ്, അതേ ഗണപതിയുടെ മുഖം ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം ചോദിച്ചു അദ്ദേഹത്തോട്, ഇതെങ്ങനെ ഉണ്ടാക്കും, നല്ല ബലത്തിലെല്ലാം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ല സാധനം ഉണ്ടാക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയൊരു സാധനത്തെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് പരിചയപ്പെടുത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ എന്നും കാണുന്ന മനുഷ്യനാണ്, ഞാൻ അദ്ദേഹത്തോട് നല്ല ബന്ധമുള്ള മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഒരു സിമ്പിളായിട്ടൊരു സാധനം ഉണ്ടാക്കും എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിശയമായി പോയി കഴിഞ്ഞു. അതുണ്ടാക്കുന്ന മേടിച്ച സാധനം, പ്രൊഡക്റ്റ്, അതിലേക്ക് വന്ന സാധനങ്ങളൊക്കെ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാ ഇത് ഞാനൊരു ചെറിയ വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി അന്ന് മുതലേ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ട് തന്നെയാണ് ആ വീഡിയോ ചിത്രീകരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ചിത്രീകരിച്ചോളാൻ പറഞ്ഞു. അത് ഞാൻ ഒരു ചെറിയ അറിയാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു ഞാൻ ഈ വീഡിയോ സംപ്രേഷണം ചെയ്യുന്നത്. അദ്ദേഹം തുടക്കം മുതലുള്ള ഞാൻ വീഡിയോ